വയനാട്ടിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ ഏകദേശം ഒരു 530ഓളം കോടി രൂപ ലോണായി അനുവദിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ആവശ്യപ്പെട്ടത്? ഗ്രാൻഡാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കാരണം നമ്മുടെ നമുക്ക് സഹായമാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ആ സഹായം ആവശ്യപ്പെട്ടപ്പോൾ അവർ പക്ഷേ നമുക്ക് അനുവദിച്ചത് വായ്പയാണ്. ആ വായ്പ നമ്മൾ തിരിച്ചടയ്ക്കണം. അത് വായ്പ തന്നാൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് നമുക്ക് വെല്ലുവിളിയാകുന്നത്. ഈ സാമ്പത്തിക വർഷം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, മാർച്ച് 31 മുൻപ് ഇത് ചിലവഴിച്ചു എന്ന കാണിക്കുന്ന കൃത്യമായ പ്രവർത്തികൾ പൂർത്തിയാക്കി ലിസ്റ്റ് അവിടെ കൊടുക്കണമെന്ന്. അതെങ്ങനെ സാധ്യമാകും? കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഉത്തരവ് വരുന്നത് ഈ 2 ദിവസം മുൻപാണ്. നമുക്കറിയാം, ടെൻഡർ വിളിക്കണം, ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്, നിർമ്മിതികൾ പൂർത്തീകരിക്കണമെങ്കിൽ സമയമെടുക്കും. അപ്പോൾ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ എങ്ങനെ നമുക്ക് ആ വേഗത്തിൽ കൊടുക്കാൻ കഴിയും? ആ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഉന്നയിക്കാൻ പോവുകയാണ് സംസ്ഥാനം. അതായത് ഈ കാലാവധി, ചെലവഴിക്കൽ കാലാവധി നീട്ടി നൽകണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നൃപനാണ് നമ്മളോടൊപ്പം ഈ വാർത്തയുമായി വീണ്ടും ചേരുന്നത്. നോക്കാം സംസ്ഥാനത്തിന്റെ നിലപാട് ആ വിഷയത്തിൽ എങ്ങനെയാണെന്ന്. നൃപൻ, ഇത് നമുക്ക് ഇപ്പോൾ പണം നൽകിയോ എന്ന് ചോദിച്ചാൽ പണം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് വായ്പയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ വായ്പ അനുവദിക്കുന്നതോടൊപ്പം തന്നെ ലോകത്തെങ്ങും ഇല്ലാത്തൊരു നിബന്ധന വച്ചിരിക്കുകയാണ്. 45 ദിവസത്തിനുള്ളിൽ അത് ചെലവഴിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകൾ കാണിക്കണം. ഇതെങ്ങനെ സാധ്യമാകും നൃപൻ? ആ ആശങ്കയാണോ ഇപ്പോൾ സംസ്ഥാനം പ്രകടിപ്പിക്കാൻ പോകുന്നത്? തീർച്ചയായും ഈ ഫെഡറൽ സംവിധാനം അനുസരിച്ച് ഒരു സ്റ്റേറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനു നമ്മൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. കാരണം നമ്മൾ 2000 കോടിയുടെ പാക്കേജ് ചോദിച്ചു, വലിയ തരത്തിലുള്ള ദുരന്തമുണ്ടായി, പ്രധാനമന്ത്രി അടക്കം വന്ന് സന്ദർശിച്ചു, നാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ നമുക്ക് ഒരു തരത്തിലുള്ള സഹായവും കേന്ദ്രം നൽകിയില്ല. ഇപ്പോൾ 529.50, അതായത് 530 കോടി രൂപ വായ്പയായി അനുവദിക്കുകയാണ്. ഈ വായ്പയായി അനുവദിക്കുന്നത് നമുക്ക് സ്വീകാര്യമായ വഴിയല്ല. നമുക്ക് ലഭിക്കേണ്ടത് ഗ്രാൻഡായിരുന്നു, അത് ലഭിച്ചില്ല. മനുവും വിനിഷയും നേരത്തെ മുഖവരിയായി പറഞ്ഞ കാര്യമാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് അറിയാവുന്ന കാര്യമാണ്. 750 കോടി രൂപയുടെ പദ്ധതിയുമായി ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവും പുനരധിവാസ പാക്കേജുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. ബഡ്ജറ്റിൽ ആ തുക മാറ്റിവെച്ചു. പരമാവധി സ്പോൺസർമാരെ കണ്ടെത്തി അതിൻ്റെ പ്രവർത്തനം പുനരുദ്ധാരണ നടപടിയുമായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ഏത് തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നാലും അത് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് നമുക്ക് ഈ വായ്പ അനുവദിക്കുന്നത്. വായ്പയിൽ തന്നെ വലിയൊരു കുരുക്കാണ്. നമുക്ക് പ്രായോഗികമായി ഒരു തരത്തിലും ചെയ്തു തീർക്കാൻ കഴിയാത്ത തരത്തിൽ ഈ 2025 മാർച്ച് 31-നകം ഇത് ചെലവഴിച്ച് പൂർത്തിയാക്കണമെന്നതാണ്. എന്നാലേ വായ്പ വിനിയോഗിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മനു സൂചിപ്പിച്ചതുപോലെ 19 വിവിധ വകുപ്പുകൾ ക്രോഡീകരിച്ച് ഏകീകരിച്ച് നടപ്പിലാക്കേണ്ട പദ്ധതി. ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ സമയബന്ധിതമായി നടപ്പിലാക്കിയിരുന്നാലും അതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്തി, ഗുണഭോക്താക്കളെ കണ്ടെത്തി, അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തി, ഫണ്ട് വിനിയോഗിച്ച് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ഈ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കടമ്പയാണ്. അതിൻ്റെ സമയക്രമം എങ്ങനെയാണ് ഇത്തരത്തിൽ ധൃതി പിടിച്ച് ചെയ്യാനാകുക? അതുകൊണ്ട് നേരത്തെ മനു പറഞ്ഞതുപോലെ എന്നാൽ തന്നു, പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടാൻ സാധ്യതയുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. അതിനെ മറികടക്കാനുള്ള അടുത്ത മാർഗ്ഗമാണ്. ഏത് തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നാലും അതിനെ മറികടക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. സംസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുമ്പ് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് തുക ആവശ്യപ്പെട്ടപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാകുന്നില്ല. കോടതിയിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം നിയമസഭയിൽ ചോദിച്ച ചോദ്യം ഇനി നമുക്ക് ലഭിക്കില്ല, ഇനി എന്തിന് വീണ്ടും നമ്മൾ കേന്ദ്ര സർക്കാരിനെ ആശ്രയിക്കണമെന്ന ചോദ്യം പ്രതിപക്ഷം ചോദിച്ചു. പക്ഷേ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് അവസാന നിമിഷം വരെ നമുക്ക് ലഭ്യമായ അർഹമാകേണ്ട തുകയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള വഴികൾ തേടും. ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ആ തുക ലഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇനിയും ആരായും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ വായ്പയായി അനുവദിച്ചിരിക്കുന്നു. അതിന് വലിയ തരത്തിലുള്ള കടമ്പയും നൂലാമാലയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനെ എങ്ങനെ മറികടക്കുമെന്നതാണ്. അതുകൊണ്ട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട അവലോകന യോഗം, ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട അവലോകന യോഗം നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്നുണ്ട്. അതിൽ അടക്കം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറിച്ച് മറ്റ് എന്ത് തരത്തിലാണ് കേന്ദ്ര സർക്കാരുമായി ഇതിനുള്ള ഇളവ്, കാലാവധിയിൽ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരിക്കും ആദ്യഘട്ടത്തിൽ സ്വീകരിക്കുക. അതിന് നിശ്ചിത കാലപരിധി, ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണവും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വരുന്ന കാലവിളംബം, എത്ര ദിവസം കൊണ്ട് ഈ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയും, അതിനനുസരിച്ച് ഈ തുക വിനിയോഗിക്കാനുള്ള സാവകാശം കേന്ദ്രം നമുക്ക് വായ്പയിൽ തരണം എന്നതായിരിക്കും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ആ ആവശ്യം ഇനി കേന്ദ്ര സർക്കാർ പരിഗണിക്കുമോ, വീണ്ടും നമ്മൾ ആവശ്യമായി വീണ്ടും കേന്ദ്ര സർക്കാരിനെയും മന്ത്രി
മന്ത്രിമാരെയും കയറി ഇറങ്ങി നടക്കണമോ, കോടതിയിൽ പോകേണ്ടി വരുമോ എന്നതൊക്കെയാണ് നിന്നെ കാത്തിരുന്നേണ്ട കാണാം. പക്ഷേ എന്നിരുന്നാലും മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് നമ്മളെല്ലാവരും എല്ലാം പോസിറ്റീവായാണ് എടുക്കുന്നത്. ഏത് തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായാലും അതിനെ മറികടക്കാനുള്ള മാർഗ്ഗങ്ങൾ സംസ്ഥാനം ആരായുന്നു. പരമാവധി സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമെന്ന കോൺഫിഡൻസ് മുഖ്യമന്ത്രി പലതവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. 750 കോടിയുടെ പാക്കേജാണ് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സംസ്ഥാനം വയനാടിൻ്റെ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ആ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ കേന്ദ്രത്തിൻ്റെ ഈ വായ്പയെ സംബന്ധിച്ച് എങ്ങനെ നമുക്ക് പണം എടുത്ത് ഈ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാം എന്ന തരത്തിലുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അത് വിവിധ വഴികൾ തേടുന്നുണ്ട്. ഒന്ന്, കാലാവധി നീട്ടി ആവശ്യപ്പെടുക എന്നതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന അവലോകന യോഗത്തിൽ ഇത്തരം കാര്യങ്ങൾ നാളെ ചർച്ച ചെയ്യുകയും ചെയ്യും. മനു, ശരി, നോക്കാം എന്താണ് അതിൽ സംസ്ഥാനം എടുക്കാൻ പോകുന്ന നിലപാടെന്ന്. കേന്ദ്രം അതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഓക്കെ, താങ്ക് യു നൃപൻ.